നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫൈനലിന് മുമ്പ് എന്തൊക്കെയോ സംഭവിച്ചു, അർജൻറ്റീന തോറ്റുകൊടുത്തതാണ് എന്ന തരത്തിലൊരു നറേറ്റീവ് പലരും പടച്ചു വിടുന്നുണ്ട്. ഗൂഢാലോചന സിദ്ധാന്തക്കാർ പല തരത്തിലുള്ള ഭാവനകളാണ് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ചിക്കി ടാപ്പിയ. ക്ലോഡിയോ ടാപ്പിയയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോയി. അദ്ദേഹം പറയുന്നു, ഒരിക്കലും ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ, ഒരു ക്യാമ്പയിൻ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പച്ചക്കള്ളങ്ങളിൽ നിങ്ങൾ ഉലയാതിരിക്കുക. അത് നമ്മളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ താരങ്ങൾ ടീമിന് വേണ്ടി എല്ലാം നൽകിയിട്ടുള്ളവരാണ്. അവർക്കെതിരെ നടക്കുന്ന ഈ ക്യാമ്പയിൻ നിങ്ങൾ അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. പരാജയപ്പെടുക എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ ടീം വളരെ കോമ്പറ്റീറ്റീവാണ്. നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങൾ നേടിയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് എന്ന കാര്യവും മനസ്സിലാക്കുക. സെക്കൻഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോരാ. അത് നമ്മളെല്ലായ്പ്പോഴും ഫൈറ്റ് ചെയ്യുക, അവസാനം വരെ ഫൈറ്റ് ചെയ്യുക, വിജയങ്ങൾ നേടുക എന്ന രൂപത്തിൽ നിൽക്കുന്ന ടീമായതുകൊണ്ടാണ് നമുക്ക് ഈ വേദന. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച 2 ടീമുകളിൽ ഒന്നാണ്. ഒരു നിമിഷം നമ്മളൊന്ന് നിൽക്കുക, എന്നിട്ട് ഈ താരങ്ങൾ ടീമിനായിട്ട് നടത്തിയിട്ടുള്ള സാക്രിഫൈസുകളൊന്ന് ചിന്തിച്ച് നോക്കുക. കോച്ചിങ് സ്റ്റാഫ്, അതുപോലെ ടീമിനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ മനുഷ്യനും ഈ 50 ദിവസങ്ങളിൽ അവരുടെ കുടുംബത്തെ പോലും വിട്ടുകൊണ്ട് രാജ്യത്തിനായിട്ടൊരു സിംഗിൾ ഒബ്ജക്റ്റീവിൽ അവർ പ്രവർത്തിച്ചു. അതായത് അർജൻറ്റീനയെ റെപ്രസെൻ്റ് ചെയ്യുക, ഏറ്റവും മികച്ച രൂപത്തിൽ, ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിൽ അർജൻറ്റീനയെ റെപ്രസെൻ്റ് ചെയ്യുക എന്ന രൂപത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ താരങ്ങളെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. ശരി, നമ്മൾ പരാജയപ്പെട്ടു ഫൈനലിൽ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സന്തോഷം ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു ടീമാണിത്. അർജൻറ്റീന നമ്മൾ നേരത്തെ ഒരുപാട് ഈ ടീമിനെ കൊണ്ട് തന്നെ നമ്മൾ ആഘോഷങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അത്രയധികം അവർ ഈ ടീമിനായിട്ട്, ഈ രാജ്യത്തിനായിട്ട് നൽകിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അതാണ് കാര്യം. എന്നിട്ട് പിന്നെ ഗൂഢാലോചന സിദ്ധാന്തം പടച്ചുവിട്ടിട്ട് ഈ താരങ്ങൾ തോറ്റുകൊടുത്തു, മെസ്സിയും സംഘവും മറ്റുള്ളവർക്ക് മുമ്പിലും മറ്റെന്തിൻ്റെയോ പേരിൽ കളിക്കളത്തിൽ തോറ്റുകൊടുത്തു, അവർ ഈ ബാഡ്ജിന് വേണ്ടി കളിക്കുന്നവരല്ല എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് മഹാകഷ്ടമാണ്. അത് തന്നെയാണ് ടാപ്പിയ ഇവിടെ എടുത്തു പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.